രാജു കമോൺ, മൂവ് ഓൺ. ജീവിതമാണ്. നീ വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം ഉണ്ടായി ഒരു കുടുംബമായി കാണണമെന്നാ ഞാനും ആഗ്രഹിക്കുന്നേ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിച്ചിട്ടില്ല സാറേ. സർ, ഇതാണ് പ്രശ്നം. ഞാൻ എപ്പോ രാജുവിനോട് വിവാഹത്തെ പറ്റി സംസാരിച്ചാലും രാജു ഇത് പറഞ്ഞ് ഒഴിവായി കളയും. കുറച്ചു കാലം മുൻപ് വരെ ഈ ഋതികയുടെ കാര്യമായിരുന്നു. ഇപ്പോ ഋതിക രാജുവിന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ. പിന്നെ രാജു എന്താ ഇങ്ങനെ വിവാഹം വേണ്ടെന്ന് പറയുന്നതിന്റെ കാരണം? രാജുവിനും പ്രായമായിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാനെന്തായാലും എന്റെ മനസ്സിലെ കാര്യം പറഞ്ഞു വെച്ചു. ഞാനൊരാളെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് രാജുവിനെ മാത്രമായിരിക്കും. ഇതാ വർമ്മ സാറേ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനാണെങ്കി ഇവളെ കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തി വഷളാക്കി. ഇവളിപ്പോ രാജുവിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിങ്ങനെ പിടിവാശി പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും വർമ്മ സാറേ? സാറ് രാജുവിനോട് സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. വർമ്മ സാറ് പറഞ്ഞാലേ രാജു കേൾക്കൂ. സാറ് പറഞ്ഞാ രാജു രമ്യയെ വിവാഹം കഴിക്കും. അതെങ്ങനെയാ ഞാൻ പറഞ്ഞിട്ട് ഒരാളെ വിവാഹം കഴിക്കുന്നത്? ഞാൻ എന്റെ മകളെ വിവാഹം കഴിക്കാൻ അവനോട് പറഞ്ഞതാണല്ലോ. എന്നിട്ട് അവൻ ചെയ്തോ? പിന്നെ ഞാൻ പറഞ്ഞ രമ്യ അവൻ വിവാഹം കഴിക്കോ? വിവാഹം കഴിക്കോ രാജു? രാജു, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. നിനക്ക് ഈ രമ്യ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? രാജു പറയേ. രാജു ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞ നമ്മുടെ വിവാഹം നടക്കും. രാജുവിന്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളെല്ലാം മാറും. രാജുവിന് പുതിയൊരു ജീവിതം തുടങ്ങാം. ഏയ് രമ്യേ, അവനെ നിർബന്ധിക്കണ്ട. ഞാൻ അവനോട് സംസാരിക്കുകയല്ലേ. രാജു, ഞാൻ പറയുന്നു, രമ്യ നീ വിവാഹം കഴിക്കണം. സാറ് പറഞ്ഞ സാറ് പറഞ്ഞാൽ കണ്ടില്ലേ സർ, സാറ് പറഞ്ഞ രാജു സമ്മതിക്കും. എനിക്കത് അറിയായിരുന്നു. എനിക്ക് അവനെ നിർബന്ധിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ രാജുവിന്റെ അച്ഛനും അമ്മയായിട്ട് സംസാരിക്കുക. അവർക്കും കൂടെ സമ്മതമാണെങ്കിൽ ഇത് നടക്കട്ടെ. അകലെ